നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ആധുനിക റേഡിയേഷൻ മെഷീൻ ഈ മാസം തന്നെ സ്ഥാപിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ. ഘട്ടം ഘട്ടമായി ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും മന്ത്രി. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. വിജയികൾക്കുള്ള 117 ഗ്രാമിന്റെ സ്വർണ്ണക്കപ്പ് തിങ്കളാഴ്ച കലോത്സവ വേദിയിലെത്തിക്കും. തിരുവത്ര പുതിയറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. സഹയാത്രികന് പരിക്കേറ്റു. പാലപ്പെട്ടി സ്വദേശി ഷറഫുദ്ദീനാണ് മരിച്ചത്. അന്തരിച്ച CPI മുൻ ദേശീയ സെക്രട്ടറി AB ബർധന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. തൃശൂരിനോട് എക്കാലവും സൗഹൃദം പുലർത്തിയ നേതാവിനെ തിങ്കളാഴ്ച തൃശൂരിൽ അനുസ്മരിക്കും. ഖാദിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്ന് പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്ന പൈപ്പ് വീണ്ടും പൊട്ടി. പരിസരത്ത് ദുർഗന്ധം രൂക്ഷമായതോടെ ആക്ഷൻ കൌൺസിൽ പ്രക്ഷോഭത്തിന്. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി ലീനിയർ ആക്സിലറേറ്റർ റേഡിയേഷൻ മെഷീൻ ഈ മാസം തന്നെ സ്ഥാപിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിന് അലുമിനി അസോസിയേഷൻ നിർമ്മിച്ചു നൽകിയ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെയും ബേൺസ് വാർഡിലെ ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ കുറവ് ഘട്ടം ഘട്ടമായി പരിഹരിക്കും. 4 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കും പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കും ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പ്യൻ ഷൈനി വിൽസൺ, PK ബിജു MP, MLA-മാരായ തേർമിൽ രാമകൃഷ്ണൻ, PA മാധവൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ശിവപ്രിയ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വിളംബര ഘോഷയാത്ര തിങ്കളാഴ്ച നടക്കും. വിജയികൾക്കുള്ള 117 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് തിങ്കളാഴ്ച കലോത്സവ വേദിയിലെത്തിക്കും. കളക്ട്രേറ്റ് പരിസരത്ത് നിന്ന് രാവിലെ ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്ര കലോത്സവ വേദികളിലെത്തും. കഴിഞ്ഞ വർഷം മുതൽ TN പ്രതാപൻ MLA-യാണ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനായി സ്വർണ്ണക്കപ്പ് ഒരുക്കിയത്. കളക്ട്രേറ്റിന് മുന്നിൽ നിന്ന് അഡ്വക്കേറ്റ് തേർമിൽ രാമകൃഷ്ണൻ MLA സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ജില്ലാ മത്സരവേദികളിൽ പ്രയാണം നടത്തിയ ശേഷം സ്വർണ്ണക്കപ്പ് പ്രധാന വേദിയായ ടൗൺ ഹാളിൽ മേയർ അജിത ജയരാജൻ ഏറ്റുവാങ്ങും. ടൗൺ ഹാളിന് മുന്നിലായി സ്വർണ്ണക്കപ്പ് പ്രദർശിപ്പിക്കാനാണ് സംഘാടക സമിതിയുടെ ആലോചന. കലോത്സവത്തിനായി പ്രത്യേക വെബ്സൈറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ആരംഭിക്കുന്ന ഘോഷയാത്രയോടെയാണ് കലോത്സവത്തിന് ഔപചാരികമായി തുടക്കമാവുക. 4 ദിവസങ്ങളിലായി അരങ്ങേറുന്ന കലാമേളയിൽ 297 ഇനങ്ങളിലായി 7500ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. തിരുവത്ര പുതിയറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു. പാലപ്പെട്ടി പറമ്പത്തിരി 35 വയസ്സുള്ള ഷറഫുദ്ദീനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരി ഭർത്താവ് പൊന്നാനി കറപ്പം വീട്ടിൽ മുഹമ്മദ് ഹസനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. പൊന്നാനിയിൽ നിന്ന് ചാവക്കാട്ടേക്ക് പോവുകയായിരുന്നു ഷറഫുദ്ദീനും മുഹമ്മദ് ഹസനും. ഇരുവരെയും എടക്കഴയൂർ ലൈഫ് കെയർ പ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഷറഫുദ്ദീന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അന്തരിച്ച CPI മുൻ ദേശീയ സെക്രട്ടറി AB ബർധന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. തൃശൂരിനോട് എക്കാലവും സൗഹൃദം പുലർത്തിയ പ്രിയപ്പെട്ട സഖാവിനായി തിങ്കളാഴ്ച തൃശൂരിൽ അനുസ്മരണ ചടങ്ങ് നടക്കും. Conversely, Women Chandi and those who went to the Election Commission in order to declare that this should be stopped are food snatchers. They have snatched away the food from the mouth of people. AB ബർധാനെ സാംസ്കാരിക നഗരി ഹൃദയാഞ്ജലി അർപ്പിക്കുകയാണ്. പലതവണ തൃശൂരിന്റെ ആതിഥ്യം ഏറ്റുവാങ്ങിയതിന്റെ ഓർമ്മകളാണ് ബർധാനുമായി ബന്ധപ്പെട്ട് തൃശൂരിന് പങ്കുവയ്ക്കാനുള്ളത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് ബർധാൻ അവസാനമായി തൃശൂരിലെത്തിയിട്ടുള്ളത്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അന്തിക്കാടും ഇരിങ്ങാലക്കുടയിലും സംഘടിപ്പിച്ച ചടങ്ങിൽ രൂക്ഷ വിമർശനങ്ങൾ നടത്തിയ ബർധാന്റെ പ്രസംഗം ഇന്നും പാർട്ടി പ്രവർത്തകരുടെ മനസ്സിലുണ്ട്. തൃശൂർ CPIയുടെ സ്വന്തം മണ്ഡലമായതിനാലും CK ചന്ദ്രപ്പൻ അടക്കമുള്ളവരുമായി അടുത്ത സൗഹൃദമുള്ളതിനാലും പലതവണ ബർധാൻ പൂരനഗരിയിലെത്തിയിട്ടുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ബർധാൻ പ്രചാരണത്തിനായി എത്തിയിരുന്നു. മണുതിയിലും കൊടുങ്ങല്ലൂരിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും CPI സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്ന കാലത്തുമെല്ലാം AB ബർധാൻ എന്ന സൗമ്യനായ വ്യക്തിത്വം തൃശൂരിന്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ സദസ്സിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിനെത്തിയ ബർധാൻ തൃശൂർ പ്രസ് ക്ലബിന്റെ ക്ഷണമനുസരിച്ച്
തന്റെ നിലപാടുകൾ മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മൂല്യബോധം ജീവിതത്തിലുടനീളം കാത്തുപോന്ന ആ സഖാവിന്റെ ഓർമ്മക്കുറിപ്പ് കണക്കെ തൃശൂർ പ്രസ് ക്ലബിലെ വിസിറ്റേഴ്സ് ഡയറിയിൽ ആ കയ്യൊപ്പ് ഇന്നും തെളിഞ്ഞുകിടപ്പുണ്ട്. സാംസ്കാരിക നഗരിയുടെ സൗഹൃദം ഹൃദയത്തിലേറ്റി കടന്നുപോയ പ്രിയ സഖാവിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായി തിങ്കളാഴ്ച വൈകിട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ അനുസ്മരണ സദസ്സും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ഖാദിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്ന് പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്ന പൈപ്പ് വീണ്ടും പൊട്ടി പരിസരത്ത് ദുർഗന്ധം രൂക്ഷമായി. ഇതേ തുടർന്ന് ഒരിടവേളയ്ക്ക് ശേഷം കമ്പനിക്കെതിരെയുള്ള പ്രക്ഷോഭം ശക്തമാക്കാൻ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചു. നിറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്ന് വെള്ളമൊഴുക്കുന്ന 900 മീറ്റർ നീളമുള്ള പൈപ്പ് കാരിക്കത്തോട് പാലത്തിനടിയിലാണ് പൊട്ടിയത്. കഴിഞ്ഞ ദിവസം തോട് വൃത്തിയാക്കാനെത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു പൈപ്പ് പൊട്ടി മലിനജലം തോട്ടിലൂടെ ഒഴുകുന്നത് ആദ്യം കണ്ടത്. കറുത്തിരുണ്ട വെള്ളത്തോടൊപ്പം തലകറക്കമുണ്ടാക്കുന്ന ദുർഗന്ധം വമിച്ചതോടെ തൊഴിലാളികൾ ജോലി നിർത്തി പോകുകയായിരുന്നു. പൈപ്പ് പുഴയിലെത്തുന്നതുവരെയുള്ള കുറച്ചു ദൂരം കാരിക്കത്തോടിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതുവരെ മലിനജലമാണ് പൈപ്പിലൂടെ പുറത്തു വന്നതെന്നും എന്നാൽ പിന്നീട് കമ്പനി അധികൃതർ തന്ത്രപരമായി നല്ല വെള്ളമാണ് വിട്ടതെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. വിവരമറിഞ്ഞ് BD ദേവസി MLA സ്ഥലത്തെത്തി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരോട് സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്ന് MLA നിർദ്ദേശിച്ചു. മലിനജലം ഒഴുക്കുന്ന പൈപ്പ് വീണ്ടും പൊട്ടിയതോടെ കഴിഞ്ഞ 2 വർഷമായി നിർജീവമായിരുന്ന പ്രക്ഷോഭം ശക്തമാക്കാൻ തീരുമാനിച്ചതായി ആക്ഷൻ കൗൺസിൽ കൺവീനർ KM അനിൽകുമാർ പറഞ്ഞു. പ്രശ്നം സംബന്ധിച്ച് ഇതുവരെ പഠനം നടത്തിയ ഏജൻസികളെല്ലാം കമ്പനിക്കെതിരായാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്നും എന്നാൽ കമ്പനിയുടെ സ്വാധീനം മൂലം അതെല്ലാം തഴയപ്പെട്ടിരിക്കുകയാണെന്നും കൺവീനർ ആരോപിച്ചു. TCV ന്യൂസ് ചാലക്കുടി. അയ്യന്തോളിൽ മീഡിയേഷൻ സെന്ററിൽ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതിക്ക് 14 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തി. ശൂലിശ്ശേരി കാരേക്കാട്ടിൽ വേണുഗോപാലനും മകൾ അനഘയുമാണ് വെട്ടേറ്റ് ചികിത്സയിലുള്ളത്. ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച അനഘയുടെ ഭർത്താവ് ഷനിലിനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഷനിലിന്റെ ആക്രമണത്തിൽ അനഘയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവരുടെ ഒടിഞ്ഞു തൂങ്ങിയ ശരീരഭാഗങ്ങളും ഞരമ്പുകളും സന്ധികളും തുന്നിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ 14 മണിക്കൂർ എടുത്ത് നടത്തിയത്. പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രാജേഷ്, ഓർത്തോ സർജൻമാരായ ഡോക്ടർ ജോഷി, ഡോക്ടർ അരുൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഭരണതലങ്ങളിൽ നിന്ന് വേണ്ടത്ര അനുമതിയില്ലാതെ വടൂക്കര കാഞ്ഞിരത്തിങ്കൽ ലൈനിൽ പ്രവർത്തിക്കുന്ന സോളിഡ് ബ്രിക്സ് കമ്പനി പ്രദേശത്തിനും സമീപവാസികൾക്കും ഒരുപോലെ ദുരിതമായി മാറി. വർഷങ്ങളായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ കമ്പനിയിൽ നിന്നുമുണ്ടാകുന്ന കടുത്ത പൊടിശല്യമാണ് നാട്ടുകാരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. കമ്പനി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദവും കുലുക്കവും സമീപത്തെ വീടുകൾക്കും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. സിമന്റ് കട്ട നിർമ്മാണത്തിനാവശ്യമായ സിമന്റും പാറപ്പൊടിയും മറ്റും ശ്വസിച്ച് പ്രദേശത്തുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒട്ടേറെ അസുഖങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി വരുത്തുന്ന ദുരിതം പരാതിയായി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കളക്ടർക്കും DMO അടക്കമുള്ളവർക്കും സമീപവാസികൾ നൽകിയിരുന്നു. DMOയുടെ പരിശോധനയിൽ സമീപവാസികളുടെ പ്രശ്നങ്ങൾ സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. കമ്പനിയുടെ 25 മീറ്റർ ചുറ്റളവിൽ 5 കുടുംബങ്ങളാണ് നിലവിലുള്ളത്. കോർപ്പറേഷന്റെയോ മറ്റു ബന്ധപ്പെട്ട അധികാരികളുടെയോ അനുമതിയില്ലാതെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ താൽക്കാലിക അനുമതി ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കമ്പനി പ്രവർത്തിക്കുന്നത്. പ്രദേശത്തെ തീർത്തും ഇടുങ്ങിയ വഴിയിലൂടെ സ്ഥാപനത്തിലെ കട്ടകൾ കയറ്റിപ്പോകുന്ന വലിയ വാഹനങ്ങളും അപകട ഭീതി ഉളവാക്കുന്നു. പ്രവർത്തനം മൂലം ഇപ്പം ഞങ്ങൾക്ക് വൈകുന്നേരമായ പുറത്ത് ശരീരത്തിൽ മുഴുവൻ ചൊറിച്ചിലുണ്ട്. അതുപോലെ തന്നെ ശ്വാസം മുട്ട്, ചുമ, മറ്റുള്ള എല്ലാ പൊടിപടലങ്ങളുടെ ശല്യം ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഈ കമ്പനി ഇവിടുന്ന് എത്രയും മാറ്റി സ്ഥലം. കഴിഞ്ഞ ബ്രസീൽ സ്കൂൾ ഒളിമ്പിക്സിൽ രാജ്യത്തിനായി വെങ്കല മെഡൽ നേടിക്കൊടുത്ത ലേഖ ഉണ്ണിയുടെ വീട് കമ്പനിയുടെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൊടിശല്യം വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രദേശത്ത് പ്രാക്ടീസ് നടത്താൻ പോലും ഈ ഭാവി കായിക താരത്തിന് കഴിയുന്നില്ല. ഇതേ തുടർന്ന് ലേഖയെ മറ്റൊരു സ്ഥലത്തേക്ക് പഠനത്തിനും പരിശീലനത്തിനുമായി മാറ്റി താമസിക്കേണ്ടിയും വന്നു. പൊടികൾ അടിഞ്ഞ് സമീപത്തെ വീടുകളിലെ കിണറുകളും മലിനമായിരിക്കുകയാണ്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് കമ്പനി അശാസ്ത്രീയമായി നിർമ്മിച്ച 14 അടിയോളം ഉയരത്തിലുള്ള ഭിത്തിയും അപകടഭീതിയിലാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. സമീപവാസികൾക്കും പ്രദേശത്തിനുമാകമാനം ശല്യമായി മാറിയ സോളിഡ് ബ്രിക്സ് കമ്പനി ഉടൻ അടച്ചുപൂട്ടണമെന്ന ആവശ്യത്തിലാണ് സമീപവാസികൾ. TCV ന്യൂസ് തൃശൂർ. ഒല്ലൂരിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മുത്രത്തിക്കര പനിയത്ത് അയ്യപ്പൻ മകൻ 29 വയസ്സുള്ള അനൂപാണ് മരിച്ചത്.
കഴിഞ്ഞ 26-ന് അനൂപ് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ അനൂപ് സഞ്ചരിച്ച ബൈക്കിലായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ട്രാവൽ ഏജൻസിയിലെ ജീവനക്കാരനാണ് അനൂപ്. പെരിങ്ങോട്ടുകരയിൽ മധ്യവയസ്കനെ കുളിമുറിക്കുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കിഴക്കുമുറി ശിബായി മുക്കിന് സമീപം കരിപ്പാറ കുമാരൻ മകൻ സോമപാലനെയാണ് വീടിനോട് ചേർന്ന കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വന്തം വീട് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് കിഴുപ്പുള്ളിക്കരയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സോമപാലൻ. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ വാടക വീട് വിട്ട് സ്വന്തം വീട്ടിലെത്തിയ ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കരുതുന്നു. വിറക് നിരത്തി അതിൽ മണ്ണെണ്ണയൊഴിച്ചാണ് തീ കൊളുത്തിയിട്ടുള്ളത്. സമീപത്ത് വീടുകളില്ലാത്തതിനാൽ ഇക്കാര്യം ആരും അറിഞ്ഞില്ല. ഊണ് കഴിക്കാൻ വീട്ടിലെത്താത്തതിനെ തുടർന്ന് 3 മണിയോടെ കുടുംബാംഗങ്ങൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് കുളിമുറിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ മൃതദേഹം വിദേശത്തുള്ള മകൻ എത്തിയതിനു ശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ വൻ തീപിടുത്തം. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ കെടുത്തി. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് ലാലൂർ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യങ്ങൾക്ക് തീപിടിച്ച് ശക്തമായ പുക ഉയർന്നത്. ശക്തമായ കാറ്റും ചൂടും മൂലം തീ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സമയമെടുത്തു. 12 ടാങ്കർ ലോറി വെള്ളം ഉപയോഗിച്ചാണ് തീ കെടുത്താനായത്. പൂത്തോളിലെ കുടിയൊഴിപ്പിച്ച ചേരി നിവാസികളെ കോർപ്പറേഷൻ പുനരധിവസിപ്പിക്കും. പൂത്തോളിലെ പുറമ്പോക്കിൽ താമസിച്ചിരുന്ന 8 കുടുംബങ്ങളെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം കുടിയൊഴിപ്പിച്ചത്. ഇവർക്ക് മാറ്റമ്പുറത്തെ കോർപ്പറേഷൻ ഫ്ളാറ്റിലോ കോർപ്പറേഷൻ പരിധിയിലെ തന്നെ മറ്റേതെങ്കിലും ഇടത്തോ പുനരധിവാസം നൽകാനാണ് ആലോചിക്കുന്നത്. ഇതു സംബന്ധിച്ച് കുടിയൊഴിപ്പിക്കപ്പെട്ടവരോട് അപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായി ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. പൂത്തോൾ ചേരിയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കായും ദിവാൻജി മൂല റെയിൽവേ മേൽപ്പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്കായും ഒരു ബൃഹത്തായ പുനരധിവാസ പദ്ധതിയാണ് കോർപ്പറേഷൻ വിഭാവനം ചെയ്യുന്നത്. ഇതിനായുള്ള പദ്ധതി തയ്യാറാക്കി കൌൺസിലിൽ ചർച്ച ചെയ്ത് നടപ്പാക്കാനാണ് ധാരണ. അതോടൊപ്പം പൂത്തോളിൽ കുടിയൊഴിപ്പിച്ച മേഖലയിൽ റോഡ് വീതി കൂട്ടുന്നതടക്കമുള്ള വികസന പ്രവർത്തനങ്ങളും കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു. 5 കോടിയിലധികം വരുന്ന സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ബാങ്ക് മുൻ വനിതാ മാനേജരെ കോടതിയിൽ ഹാജരാക്കി. ജില്ലാ സഹകരണ ബാങ്ക് കൊടുങ്ങല്ലൂർ ശാഖ മുൻ മാനേജർ പറവൂർ പെരുവാരം മുല്ലശ്ശേരി വീട്ടിൽ KB ജാൻസമ്മയെയാണ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ കൊടുങ്ങല്ലൂർ CI സലീഷ് N ശങ്കരൻ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നത്. കസ്റ്റഡി സമയം അവസാനിച്ചതോടെയാണ് ഇവരെ ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ ചാലക്കുടി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയത്. 124 പൊതികളിലായി പണയപ്പെടുത്തിയിട്ടുള്ള 916 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും തന്റേതാണെന്ന് ചോദ്യം ചെയ്യലിൽ പോലീസിനോട് ജാൻസമ്മ സമ്മതിച്ചതായി അറിയുന്നു. ജാൻസമ്മയോടൊപ്പം ജോലിയിലുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ ശാഖയിലെ മറ്റ് 6 ജീവനക്കാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്നുള്ള തെളിവെടുപ്പ് പൂർണ്ണമായിട്ടുണ്ട്. ഇവർക്കുള്ള കുറ്റപത്രം ഉടനെ നൽകും. ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധന ബാങ്കിൽ തുടരുകയാണ്. നമ്മെ ചൂഷണം ചെയ്യുന്നത് കുത്തക കമ്പനികളോ സർക്കാരുകളോ അല്ല, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണെന്ന് ചിലവില്ലാ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് സുഭാഷ് പലേക്കർ പറഞ്ഞു. നമ്മുടെ പണം പുറത്തേക്ക് പോകുന്നതിന്റെ കാരണക്കാർ വ്യവസായികളോ ബഹുരാഷ്ട്ര കമ്പനികളോ സർക്കാരുകളോ അല്ല. രാജ്യത്തിന്റെ നന്മയ്ക്ക് ആദ്യം വേണ്ടത് വിഷരഹിത ഭക്ഷണവും ശുദ്ധജലവുമാണെന്ന് സുഭാഷ് പാലേക്കർ പറഞ്ഞു. പാലേക്കർ പ്രകൃതി കർഷക സമിതി, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, വടക്കാഞ്ചേരി ഗ്രീൻ ആർമി കർഷക സമിതി, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ, വടക്കാഞ്ചേരി ഗ്രീൻ ആർമി എന്നിവയുടെ സഹകരണത്തോടെയാണ് പുതുക്കാട് 8 ദിവസത്തെ കാർഷിക പരിശീലന ശില്പശാല സംഘടിപ്പിക്കുന്നത്. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി കൃഷി സംസ്ഥാന പ്രസിഡന്റ് M കുര്യൻ അധ്യക്ഷത വഹിച്ചു. PS ഗോപാലകൃഷ്ണൻ, TK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. പരിശീലന പരിപാടിയിൽ സുഭാഷ് പാലേക്കർ ക്ലാസുകൾ നയിക്കും. 1500ഓളം കർഷകരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. താമരവട്ടം ബണ്ടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് KLDC ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും പുനർനിർമ്മാണം അടിയന്തരമായി നടത്തുമെന്നും സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം CP ജോൺ പറഞ്ഞു. ബണ്ട് തകർന്നിടത്ത് സന്ദർശനം നടത്തിയ ശേഷം കർഷകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു പദ്ധതിക്ക് 70% സംഖ്യ സർക്കാർ നൽകുകയും ബാക്കി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. ഇത്തരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട്ടകമ്പാൽ മേഖലയിലെ കോൾ പാടങ്ങളിൽ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ശ്രമം നടത്തും.
പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച ആരംഭിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബണ്ടിനു വേണ്ടി മണ്ണെടുക്കുന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പത്തിന് പരിഹാരമുണ്ടാക്കുമെന്നും ഇതിനായി ജനങ്ങളുടെ സഹകരണം ആവശ്യമാണെന്നും CP ജോൺ പറഞ്ഞു. വാലിട്ട് കണ്ണെഴുതി പൊട്ടും തൊട്ട് സ്ത്രീകൾ കളിക്കുന്നതാണ് തിരുവാതിരക്കളി എന്ന് കരുതുന്നവരുടെ ശ്രദ്ധയ്ക്ക്. അങ്കനമാർക്ക് മാത്രമല്ല ആണുങ്ങൾക്കുമാവാം ഈ കളി. തിരുവാതിരക്കളി സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതുന്നവർക്ക് തെറ്റി. ആണുങ്ങൾക്കുമാവാം എന്ന് പറയുന്നത് അയ്യന്തോൾ സ്വദേശികളായ ഈ പുരുഷ കേസരികളാണ്. പറയുക മാത്രമല്ല, അവർ ചുവടുവയ്ക്കുകയും ചെയ്തു. അസൽ തിരുവാതിരക്കളി, അതും സ്ത്രീ വേഷത്തിൽ. കണ്ണത്ത് ലൈൻ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിലാണ് ഇവർ കഴിഞ്ഞ ദിവസം തിരുവാതിര കളിച്ചത്. ഇത് വേണോ എന്ന് പലരും ചോദിച്ചപ്പോഴും ഇവർക്ക് ഒട്ടും ആശങ്കയുണ്ടായിരുന്നില്ല. ചൂട് പിഴയ്ക്കാതെ നീണ്ട കളിക്കൊടുവിൽ ആശങ്കപ്പെട്ടവർ ആശംസിക്കാനുമെത്തി. സഹകരണ വകുപ്പിലെ ഇൻസ്പെക്ടർ രാമചന്ദ്രൻ, ബാങ്ക് ജീവനക്കാരൻ രാജേഷ്, രാജീവ്, സന്ദീപ്, ശ്രീദേവ്, രാജീവ് മരുദൂർ എന്നീ 6 അംഗ സുഹൃത്ത് സംഘമാണ് തിരുവാതിരക്കളി വേദിയിൽ അവതരിപ്പിച്ചത്. പുല്ലഴി സ്വദേശി സുധീഷ് ആയിരുന്നു ഗുരു. സുധീഷും സുഹൃത്ത് വിജേഷും കൂടി ഈ ആണുങ്ങളെ മേക്കപ്പിലൂടെ അങ്കനമാരാക്കുകയായിരുന്നു. അദ്രിനിവാസിനി, കാണാകേണം കൃഷ്ണ തുടങ്ങിയ കീർത്തനങ്ങളിൽ 10 മിനിറ്റാണ് ഇവർ ചുവടുവെച്ചത്. TCV തൃശൂർ. പാലിയക്കരയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ആമ്പല്ലൂർ തെക്കുംപുറം ഡേവിസിന്റെ ഭാര്യ റൈനിക്കാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഓട്ടോറിക്ഷ. എതിരെ വന്ന ബൈക്ക് നിയന്ത്രണം വിട്ടപ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മറിഞ്ഞത്. അതുവഴി വന്ന ചാലക്കുടി DVSP KK രവീന്ദ്രൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പരിക്കേറ്റ യാത്രക്കാരിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടശ്ശേരി കവിതകളുടെ നാടകീയതയെക്കുറിച്ച് ഗൗരവമായി പഠനം നടത്തേണ്ടതുണ്ടെന്നും ഇടശ്ശേരി കൃതികളിലെ സത്ത കണ്ടെത്തേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ കടമയാണെന്നും പ്രൊഫസർ KV രാമകൃഷ്ണൻ പറഞ്ഞു. ഇടശ്ശേരി സ്മാരക സമിതിയുടെയും മഹാകവി ഇടശ്ശേരി സ്മാരക ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മഹാനായ ഇടശ്ശേരിയുടെ പിന്നാലെ നടന്നിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് താൻ കവിയായതെന്ന് പറയാനാകില്ലെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മഹാകവി അക്കിത്തം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം കവിത ആലാപനവും നടത്തി. N രാജൻ, TP വേണുഗോപാലൻ, EK ഷാഹിന എന്നിവർക്കുള്ള 2015 ഇടശ്ശേരി അവാർഡ് സമർപ്പണവും അക്കിത്തം നിർവഹിച്ചു. ഇടശ്ശേരി കൃതികളിലെ കഥാംശം എന്ന വിഷയത്തിൽ പ്രൊഫസർ EP രാജഗോപാലൻ സ്മാരക പ്രഭാഷണം നടത്തി. ഇടശ്ശേരിയുടെ ചെറുകഥകളുടെ പ്രകാശനം സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ EK ഷാഹിനിക്ക് നൽകി നിർവഹിച്ചു. അഡ്വക്കേറ്റ് ജിസൻ P ജോസ്, ഡോക്ടർ E ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ വീണ്ടും ബാർ പ്രവർത്തനം ആരംഭിച്ചു. 5 സ്റ്റാർ പദവി ലഭിച്ച ജോയ്സ് പാലസിലാണ് ശനിയാഴ്ച മുതൽ ബാർ പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. ഇതോടെ ജില്ലയിലെ ഏക ബാറായി ജോയ്സ് പാലസ് മാറി. ജോയ്സ് പാലസിൽ നേരത്തെ ബാർ ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ നയത്തെ തുടർന്ന് അടയ്ക്കുകയായിരുന്നു. ഇനി കാഴ്ചവട്ടം. മദ്യനയം ശരിവച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് മദ്യനിരോധനത്തിന്റെയും മദ്യനിരോധനവാദികളുടെയും വിജയമെന്ന വ്യാഖ്യാനം അസംബന്ധം മാത്രമാണ്. മദ്യം സുലഭമായി ഒഴുക്കുന്നത് കണ്ടില്ലെന്നു നടിച്ച് ബാറുകൾ പൂട്ടിയെന്ന മേനി പറച്ചിലിന്റെ കാഴ്ചകളിലേക്ക്. ഒരു ഭാഗത്ത് മദ്യനിരോധന പ്രസംഗം, മറുഭാഗത്ത് തകൃതിയായ മദ്യക്കച്ചവടം. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ വൈരുദ്ധ്യാത്മക രാഷ്ട്രീയ മദ്യവീമ്പിളക്കൽ നയം. സുപ്രീം കോടതി ഉത്തരവ് വന്നപ്പോൾ മഹാനായ ആന്റണി പറഞ്ഞ പ്രസ്താവന തന്നെ മതി കുടിച്ചു പൂസായവർക്ക് പോലും കുടുകൂടായ ചിരിക്കാൻ. ചാരായം നിരോധിച്ചത് മദ്യനിരോധനത്തിന്റെ 1ാം ഘട്ടമായിരുന്നെന്നും ബാറുകൾ പൂട്ടിയത് മദ്യനിരോധനത്തിന്റെ 2ാം ഘട്ടമാണെന്നുമായിരുന്നു അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞെത്തിയ ആന്റണി കലക്കിയത്. 15ഉം 20ഉം രൂപയ്ക്ക് ചാരായം കുടിച്ചിരുന്ന സാധാരണക്കാരും തൊഴിലാളികളും 100ഉം 200ഉം മുടക്കി വിദേശമദ്യം കുടിക്കാൻ പഠിച്ച് കുടുംബം കുളം തോണ്ടി എന്നതാണ് ചാരായ നിരോധനത്തിന്റെ 1ാം ഘട്ട വിജയമെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ചാരായം നിരോധിച്ചു, പക്ഷേ കേരളത്തിൽ ബാർ സംസ്കാരം അതോടെ വ്യാപകമായി. അങ്ങനെ ബാർ മുതലാളിമാർ ഉദയം ചെയ്തു. പാവങ്ങളെ പിഴിഞ്ഞ് നാട്ടിൽ സർവത്ര കൂലി കൂട്ടി കുടിക്കാത്തവനെയും ചതിച്ച്
കുടുംബങ്ങളിൽ കലഹവും ദാരിദ്ര്യവും വിതച്ച് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വാതിൽ തുറന്ന് ബാർ ലൈസൻസിന്റെ പേരിൽ എല്ലാവരും ബാർ കിഴി വാങ്ങാൻ പഠിച്ച് ആഹാ ചാരായ നിരോധനമേ നീ എത്ര ഭാഗ്യവാൻ. ബാർ വിഷയത്തിൽ ഒരാൾ മാത്രം പുണ്യവാളനാകണ്ടെന്ന് എതിർ ഗ്രൂപ്പുകൾ തലപുകഞ്ഞ് കണ്ടെത്തിയ സൂത്രമല്ലേ കേരളത്തിലെ 730 ബാറുകൾ 2 ഘട്ടമായി താൽക്കാലികം മാത്രമായി പൂട്ടിച്ച് കോടതി വഴി തുറക്കട്ടെ എന്ന് ഉള്ളിൽ മോഹിച്ച് കോഴകൾ വാങ്ങാൻ കൗണ്ടറുകൾ തുറന്ന് മദ്യനയം കൊട്ടിഘോഷിച്ചതെന്ന് പകൽ പോലെ സത്യം. ചില മന്ത്രിമാരിപ്പോൾ കൊന്ത ചൊല്ലി നടക്കുകയാണത്രേ. കള്ളി വെളിച്ചത്താകരുതേ എന്നാണ് പ്രാർത്ഥന. ഇനി 27 പഞ്ചക്ഷതങ്ങൾ മാത്രം എന്ന് വീമ്പിളക്കുമ്പോൾ നാട്ടിലുടനീളം 304 ബിവറേജസ് ഷാപ്പുകളിൽ മദ്യവിൽപ്പന പൊടിപൊടിക്കുന്നു. മദ്യത്തിന് ഒരു ക്ഷാമവുമില്ല. രാവിലെ മുതൽ രാത്രി 9:30 വരെ ബിവറേജുകളിൽ നീണ്ട നിര. ബാറുകൾ പൂട്ടിയപ്പോൾ 860 ബിയർ വൈൻ പാർലറുകളിൽ വീര്യം കുറഞ്ഞ ബിയർ വിൽപ്പന. അങ്ങനെ വീര്യം കുറഞ്ഞത് കഴിച്ചു പഠിച്ച് വീര്യം കൂടിയത് കഴിക്കാനുള്ള പഠന ക്ലാസുകളായി ബിയർ പാർലറുകൾ. പിന്നെ രഹസ്യമായി വ്യാജമദ്യം. പിന്നെ കുമ്പളങ്ങ കലക്കി വരെയുള്ള റെഡിമെയ്ഡ് ഇൻസ്റ്റന്റ് മെയ്ഡ് ഇൻ പാലക്കാട് കള്ള് വിൽപ്പന സർവത്ര. അതും പോരാഞ്ഞ് കഞ്ചാവ് കില്ലാടികൾ വ്യാപകം. 10 ഗ്രാം പൊതികളായി കണ്ണെഴുതിയ കടുക്കനിട്ട യുവ കോമളന്മാർ പെൺകുട്ടികളെ വരെ വലയിൽ വീഴ്ത്തി കഞ്ചാവ് കൊറിച്ചു നടക്കുന്നു. 4 സ്റ്റാർ ബാറുകളിൽ പോയിരുന്നവർ 5 സ്റ്റാറുകളിലേക്ക് ഓടുന്നു. ഇനി 4 സ്റ്റാറുകളൊക്കെ സൂത്രത്തിൽ 5 സ്റ്റാറുകളാകും. മദ്യത്തിന്റെ പ്രതീസയായ മാഹിയിലേക്ക് മദ്യ തീർത്ഥാടന യാത്ര വൈകിയിരിക്കുന്നു. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളിൽ ഉദാര മദ്യവിൽപ്പന കേന്ദ്രങ്ങൾ മാടി മാടി വിളിക്കുന്നു. എന്നിട്ടിവിടെ ആഘോഷമാണ്, ബാറുകൾ പൂട്ടിച്ചു, മദ്യനിരോധനം വിജയിക്കുന്നു എന്ന് അവകാശവാദം. മദ്യനിരോധന സമിതിക്കാരുടെ വക ആഹ്ലാദ പ്രകടനം. ഇവിടെ മദ്യവിൽപ്പന വർദ്ധിക്കുകയല്ലാതെ ആരെങ്കിലും കുടി കുറച്ചിട്ടുണ്ടോ? ഒരാളെങ്കിലും മദ്യം കിട്ടാതെ ഇവിടെ കുടി നിർത്തിയിട്ടുണ്ടോ? എങ്കിൽ ആദ്യം ആന്റണിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കണം. കള്ള് ഷാപ്പിൽ പോക്ക് നിർത്തി, ഇപ്പോൾ കള്ള് ഷാപ്പിൽ കിടപ്പായി എന്നതാണ് കേരളത്തിന്റെ സ്ഥിതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടിയുള്ള സംസ്ഥാനമെന്ന പേരുദോഷം നീക്കാൻ, മദ്യാസക്തി എന്ന മാറാരോഗം മാറ്റാൻ ഈ ജാടകളൊന്നും പോരാ എന്ന് രാഷ്ട്രീയക്കാരെ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളം കരളുവാടിയ അകത്തളമാകും. അതിലേക്കാണ് ഈ മദ്യനയത്തിൻ്റെയൊക്കെ ഒരു പോക്ക്. അനുബന്ധം. മദ്യനയം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ എല്ലാവരും രംഗത്തിറങ്ങി പടക്കം പൊട്ടിക്കാൻ. പിന്നെ വൈകിട്ടാണല്ലോ പരിപാടി. VS പറഞ്ഞത് ഇങ്ങനെയാണ്: ഓപ്പറേഷൻ സക്സസ്, പക്ഷെ രോഗി മരിച്ചു. ജനിച്ചാലും മരിച്ചാലും പെരുന്നാൾ വന്നാലും പൂരം വന്നാലും പൂസാകുന്ന മലയാളിക്ക് ഈ രാഷ്ട്രീയ ഓപ്പറേഷൻ സക്സസ് ആണെന്ന് VSനറിയാം. VS ആരാ മോൻ? ശുഭം. അസോസിയേറ്റ്സ് ഓഫ് CMIയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ദേവമാത സ്കൂളിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയുടെ സമാപനത്തോടനുബന്ധിച്ച് പോൾ അക്കാദമി അവതരിപ്പിച്ച നൃത്തസംഗീത വിരുന്ന് ഹൃദ്യാനുഭവമായി. 3 ദിവസമായി സംഘടിപ്പിച്ച ഭക്ഷ്യമേളയുടെ സമാപന ദിവസം കുടുംബദിനമായി ആചരിച്ചു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പിള്ളി, സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ഷാജു എടമന, ഫാദർ ജോയ് വട്ടോലി, ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ, MCMI കൺവീനർ EA ജോൺസൺ, പ്രസിഡന്റ് മാർട്ടിൻ K ജോർജ് എന്നിവർ പങ്കെടുത്തു. പോൾ ചിരിയങ്കണ്ടതിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ സംഗീത നൃത്ത ആവിഷ്കാരം സമാപന ദിവസത്തിന്റെ വേറിട്ട കാഴ്ചയായി. പ്രതിസന്ധികളെ അതിജീവിച്ച് കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം നടത്തുന്ന ബീന സഹദേവിന് കർഷക തിലകം അംഗീകാരം. തൊടുപുഴ ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ സംസ്ഥാന കർഷക തിലകം അവാർഡാണ് ബീനയെ തേടിയെത്തിയത്. 5 ഏക്കറിൽ താഴെയുള്ള ഭൂമിയിൽ ജൈവകൃഷി നടത്തുന്ന കർഷകർക്കുള്ള അവാർഡാണ് കർഷക തിലകം. വിദേശത്തായിരുന്ന ഭർത്താവിന് അസുഖത്തെ തുടർന്ന് നാട്ടിലേക്ക് വരേണ്ടി വരികയും ജോലി ചെയ്യാൻ സാധിക്കാതെയും ചെയ്തതിനെ തുടർന്ന് ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ തിരിച്ചടികളെ നേരിട്ട് കൃഷിയിലൂടെ ജീവിതത്തിലേക്ക് ബീന തിരിച്ചുവരികയായിരുന്നു. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഇവർ പശു, ആട്, കോഴി, മത്സ്യം എന്നിവയെ വളർത്തുന്നുണ്ട്. വീടിന്റെ ടെറസിന് മുകളിലാണ് തക്കാളി ഉൾപ്പെടെയുള്ള ചില വിളകൾ കൃഷി ചെയ്യുന്നത്.
മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആത്മ അവാർഡ്, മണ്ണുത്തി കാർഷിക സർവകലാശാല കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ജില്ലയിലെ മാതൃകാ യുവ കർഷക അവാർഡ് എന്നിവ ബീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കോളിഫ്ലവർ, അഗതിച്ചീര, കാബേജ്, വാഴകൾ, ചുരക്ക എന്നിവ കൃഷി ചെയ്യുന്ന ഈ വീട്ടമ്മയെ മതിലകം പഞ്ചായത്തിലെ മികച്ച പച്ചക്കറി കർഷകയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഷമി ഗഫൂറിന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നിറക്കതിർ അവാർഡും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയും ആവശ്യപ്രകാരം ഭക്ഷണ വസ്തുക്കൾ നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്ന ഈ മാതൃകാ കർഷകയെ വ്യാപാരി വ്യവസായ സമിതി തുടങ്ങിയ സംഘടനകൾ ആദരിച്ചിരുന്നു. പൂർണ്ണമായും ജൈവകൃഷി രീതിയിൽ കൃഷി ചെയ്യുന്ന ഇവർക്ക് ബയോഗ്യാസ് പ്ലാന്റും സ്വന്തമായുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരമാണ് ഇവർ സ്വന്തം വീട്ടുവളപ്പിലെ കുളത്തിൽ വിവിധ ഇനങ്ങളിലുള്ള മത്സ്യങ്ങളെ കൃഷി ചെയ്യുന്നത്. ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ലഭിച്ച സഹകരണമാണ് പുരസ്കാരം നേടാൻ ഇടയാക്കിയതെന്ന് ബീന പറഞ്ഞു. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് കർഷക തിലകം അവാർഡ്. തിങ്കളാഴ്ച വൈകിട്ട് 5-ന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. TCV കയ്പമംഗലം. പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ ആക്രമണം. റിസപ്ഷൻ കൗണ്ടറിന്റെ ചില്ലുകൾ ആക്രമണത്തിൽ തകർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ യുവാവിനൊപ്പമുണ്ടായിരുന്നവരാണ് ആക്രമണം നടത്തിയത്. പരിക്കേറ്റയാളെ പ്രാഥമിക പരിശോധന നടത്തുന്നതിനിടയിൽ ഛർദ്ദിച്ചതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റൊരു ആശുപത്രിയിലേക്ക് അധികൃതർ ശുപാർശ ചെയ്തു. ഇതിനായി ആംബുലൻസിൽ കയറ്റുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. ആശുപത്രി അധികൃതരുടെ പരാതി അനുസരിച്ച് പ്രതികളെന്ന് സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്തുവെന്ന് കുന്നംകുളം പോലീസ് അറിയിച്ചു. കേരളത്തിലെ മഴക്കാടുകളിലും ഇലപൊഴിയും കാടുകളിലും കാണുന്ന കോഴി വേഴാമ്പൽ മണലൂരിലെത്തിയത് കൗതുകമാകുന്നു. കാട്ടിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വിരുന്നെത്തിയ കോഴി വേഴാമ്പൽ നാട്ടുകാരുടെ മനം കവർന്നു. സഹ്യപർവ്വതങ്ങളിൽ മാത്രം കാണുന്ന ഒരു തദ്ദേശീയ കാട്ടുപക്ഷിയാണ് കോഴി വേഴാമ്പൽ അഥവാ മലബാർ ഗ്രഹാമ്പിൽ. ഗ്രാമപ്രദേശങ്ങളിൽ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഈ പക്ഷിയുടെ പുറത്ത് തവിട്ടു കലർന്ന ചാരനിറമാണ്. തൊണ്ടയിലും നെഞ്ചിലും അല്പം വെളുപ്പ് നിറമാണെങ്കിൽ ചിറകുകളുടെ കീഴ്പകുതിക്കും വാലിനും കറുപ്പ് നിറമാണുള്ളത്. വാലിന് നടുക്കുള്ള തൂവലുകൾ ഒഴിച്ച് മറ്റ് തൂവലുകളുടെ അറ്റം വെളുപ്പാണ്. പെൺപക്ഷിയുടെ കൊക്ക് മഞ്ഞ നിറത്തിലും ആൺപക്ഷിയുടെ കൊക്ക് ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറത്തിലുമാണ്. കേരളത്തിൽ ഇവ പൊട്ടൻ വേഴാമ്പൽ, മഴയമ്പുള്ള്, ചരടൻ കോഴി എന്നീ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഒരിടത്തും അടങ്ങിയിരിക്കുന്ന പ്രകൃതമല്ല ഇവയുടേത്. അതിനാൽ മണിക്കൂറുകളെടുത്താണ് ഇവയുടെ ദൃശ്യം പകർത്തിയത്. ഇവയുടെ ചാഞ്ഞും ചെരിഞ്ഞുമുള്ള നോട്ടവും കഴുത്തു നീട്ടി കുറുക്കിയുള്ള നോട്ടവും ആരെയും ആകർഷിക്കും. പരുക്കൻ ശബ്ദം മുഴക്കി പറന്നു നടക്കുന്ന കോഴി വേഴാമ്പലിനെ മണലൂർ പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ പറമ്പിലാണ് കണ്ടെത്തിയത്. ആൽ, പേരാൽ, കാരകം, വാഴപ്പുന്ന, കുളമാവ്, വട്ട, അകിൽ, ഞാവൽ മുതലായവയുടെ പഴങ്ങളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. കൂടാതെ കാട്ടിലവ്, പ്ലാശ്, മുരിക്ക് എന്നിവ പൂക്കുന്ന കാലത്തും തേൻ കുടിക്കാൻ കോഴി വേഴാമ്പൽ എത്താറുണ്ട്. പ്രജനന കാലത്ത് ആൺ പെൺ പക്ഷികളുടെ ശൃംഗാര നടനം ഏറെ മനോഹരമാണ്. ഉയരം കൂടിയ മരപ്പൊത്തുകളിലാണ് ഇവ മുട്ടയിട്ട് അടയിരിക്കുന്നത്. പൊതുവെ ശബ്ദ കോലാഹല പ്രിയരാണെങ്കിലും പ്രജനന കാലത്ത് നിശബ്ദരും ഗൗരവക്കാരുമാണിവർ. കേരളത്തിലെ വനങ്ങളുടെ ശബ്ദം എന്നു പറയുന്നത് കോഴി വേഴാമ്പലിന്റേതാണ്. തികച്ചും തദ്ദേശീയ വംശമായതിനാൽ പരിസ്ഥിതിയിലുള്ള ഓരോ ചെറിയ മാറ്റവും ഈ പക്ഷിയെ ഗുരുതരമായിട്ടാണ് ബാധിക്കുക. TCV ന്യൂസ്, അന്തിക്കാട്. തൃശൂർ സാഹിത്യ അക്കാദമി വയലോപ്പിള്ളി ഹാളിൽ പുസ്തക പ്രകാശനവും കവിയരങ്ങും നടന്നു. സതീഷ് മാമ്പ്രയുടെ മൺപെരുമ എന്ന കവിതകളുടെയും സുരേഷ് മൂക്കന്നൂരിന്റെ കാവ്യസഞ്ചാരം എന്ന കവിതാ സമാഹാരത്തിന്റെയും പ്രകാശനം സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് നിർവഹിച്ചു. ശ്രീദേവി അമ്പലപുരം, P. രാമൻ എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മിഥുൻ മനോഹർ, കടാതി ഷാജി, CR ദാസ്, അഡ്വക്കേറ്റ് ജയരാമൻ, TV ഭാസ്കരൻ, നാസർ കുന്നത്തുംകര തുടങ്ങിയവർ സംസാരിച്ചു. മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള ആധുനിക റേഡിയേഷൻ മെഷീൻ ഈ മാസം തന്നെ സ്ഥാപിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ. ഘട്ടം ഘട്ടമായി ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുമെന്നും മന്ത്രി. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി. വിജയികൾക്കുള്ള 117 ഗ്രാമിന്റെ സ്വർണ്ണക്കപ്പ് തിങ്കളാഴ്ച കലോത്സവ വേദിയിലെത്തിക്കും. തിരുവത്ര പുതിയറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. സഹയാത്രികന് പരിക്കേറ്റു. പാലപ്പള്ളി സ്വദേശി ഷറഫുദ്ദീനാണ് മരിച്ചത്. അന്തരിച്ച CPI മുൻ ദേശീയ സെക്രട്ടറി AB ബർദന് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. തൃശൂരിനോട് എക്കാലവും സൗഹൃദം പുലർത്തിയ നേതാവിനെ തിങ്കളാഴ്ച തൃശൂരിൽ അനുസ്മരിക്കും.
ഖാദിക്കുടം നിറ്റ ജലാറ്റിൻ കമ്പനിയിൽ നിന്ന് പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്ന പൈപ്പ് വീണ്ടും പൊട്ടി. പരിസരത്ത് ദുർഗന്ധം രൂക്ഷമായതോടെ ആക്ഷൻ കൗൺസിൽ പ്രക്ഷോഭത്തിന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.